നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം നമുക്ക് ഒരു ബ്രേക്ക് ഉണ്ടായി, കുറച്ച് ദിവസം ക്ലാസ് എടുക്കാൻ പറ്റിയില്ല, ലാബ് ഒന്ന് കംപ്ലൈൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ ആ ഇഷ്യൂസൊക്കെ മാറിയിട്ടുണ്ട്, അതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഇനി നമുക്ക് ക്ലാസ്സുകളിലേക്ക് എടുക്കാം. അടുത്തത് ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU, അതുപോലെ തന്നെ ഔട്ട്പുട്ട് യൂണിറ്റ്, ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റ്സ്. അപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ്സിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റാസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടും യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്ന ആദ്യത്തേതെന്ന് പറഞ്ഞാൽ കീബോർഡാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണിത്, കീബോർഡ്. അപ്പോൾ കീബോർഡ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണ്. കീബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണ്. അതുപോലെ തന്നെ കീബോർഡ് കണ്ടുപിടിച്ചത് ആരാണ്? ക്രിസ്റ്റഫർ ഷോൾസ് ആണ് കീബോർഡ് കണ്ടുപിടിച്ചത്. എന്തിനു വേണ്ടിയാണ് കീബോർഡ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ആൽഫ ന്യൂമറിക് വാല്യൂസ്, അതായത് നമ്മുടെ ക്യാരക്ടേഴ്സ്, നമ്പേഴ്സ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ് എന്ന് പറയുന്നത്. പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ്. അപ്പോൾ നമ്മുടെ കീബോർഡിൻ്റെ ലേഔട്ട് ഏതാണെന്ന് എക്സാമിന് ചോദിക്കും. ഏത് ലേഔട്ടിലുള്ളതാണ്? കൊട്ടി ലേഔട്ടിലുള്ള കീബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന കീബോർഡ് എന്ന് പറയുന്നത് കൊട്ടി ലേഔട്ടിലുള്ള കീബോർഡ് ആയിരിക്കും. നമ്മുടെ പഴയ ടൈപ്പ് റൈറ്ററിലൊക്കെ യൂസ് ചെയ്തിരുന്നത് ഏതാണ്? കൊട്ടി ലേഔട്ടിലുള്ള കീബോർഡാണ്. അതുപോലെ തന്നെ കീബോർഡിൽ മെയിനായിട്ടും യൂസ് ചെയ്യുന്ന കീസ് ഏതൊക്കെ കീസാണ് യൂസ് ചെയ്യുന്നത്? ആൽഫ ന്യൂമറിക് കീസ്. ആൽഫ ന്യൂമറിക് കീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ A to Z, അതുപോലെ തന്നെ നമ്പേഴ്സ് ആയിട്ടുള്ള 0 to 9 വരെയുള്ള ആൽഫ ന്യൂമറിക് കീസ് ഉണ്ട്. അതുപോലെ തന്നെ ഫങ്ഷണൽ കീസ് ഉണ്ട്. ഫങ്ഷണൽ കീസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എത്ര ഫങ്ഷണൽ കീസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര ഫങ്ഷണൽ കീസാണ്? 12 ഫങ്ഷണൽ കീസാണ് നമ്മുടെ കീബോർഡിലുള്ളത്. ഏതൊക്കെയാണ്? F1 മുതൽ F12 വരെ. F1, F2, F3 അങ്ങനെ F12 വരെ 12 ഫങ്ഷണൽ കീസാണ്. ഓരോ ഫങ്ഷണൽ കീസിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. പിന്നീടുള്ളത് ഏത് കീസാണ്? നാവിഗേഷൻ കീസാണ്. നാവിഗേഷൻ കീസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് കഴ്സർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, നാവിഗേഷൻ കീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേജിൽ ഒരു പേജ് ഉണ്ടെങ്കിൽ പേജിന് മുകളിലോട്ടും താഴോട്ടും പോകാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? നാവിഗേഷൻ കീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നാവിഗേഷൻ കീസിൽ വരുന്നത് ഏതൊക്കെയാണ്? ആരോ കീസ് ഉണ്ട്. നമുക്ക് എന്താണ്? ലെഫ്റ്റ്, റൈറ്റ്, അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ, ഇത്രയും ആരോ കീസ് നമ്മുടെ കീബോർഡിലുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇവിടെ കാണുന്നതാണ് ഏതെന്ന് പറയുന്നത്? ആരോ കീസ് എന്ന് പറയുന്നത്. കണ്ടോ? അപ്പ് ഉണ്ട്, ഡൗൺ ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ആരോ കീസ് നാവിഗേഷൻ കീസിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കീബോർഡിൽ ഹോം എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്, എൻഡ് കീ ഉണ്ട്, പേജ് അപ്പ്, പേജ് ഡൗൺ കീസൊക്കെ ഉണ്ട്. ഇതെല്ലാം ഏതിലാണ്? നാവിഗേഷൻ കീസിലാണ് വരുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫോർമാറ്റിംഗ് കീസാണ്. ഫോർമാറ്റിംഗ് കീസ് എന്തിനാണ്? നമ്മുടെ ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന കീസാണ് ഫോർമാറ്റിംഗ് കീസ്. ഏതൊക്കെയാണ് വരുന്നത്? ടാബ്, നമ്മുടെ സ്പേസ് ബാർ, അതുപോലെ തന്നെ എൻ്റർ കീ, റിട്ടേൺ കീ ഒക്കെ ഏതിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഫോർമാറ്റിംഗ് കീസാണ്. ഏതൊക്കെയാണ് വരുന്നത്? ടാബ് ഉണ്ട്, സ്പേസ് ഉണ്ട്, എൻ്റർ ഉണ്ട്, റിട്ടേൺ ഉണ്ട്. ഇത്രയുമാണ് ഫോർമാറ്റിംഗ് കീസ്. അടുത്തതെന്ന് പറയുന്നത് മോഡിഫയർ കീസാണ്. മോഡിഫയർ കീസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? നമ്മുടെ കീസിൻ്റെ എഫക്റ്റിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഷിഫ്റ്റ്, കൺട്രോള്, ആൾട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? മോഡിഫയർ കീസാണ്. ഷിഫ്റ്റ് നമുക്കറിയാം, എന്താ? നമുക്ക് ക്യാപ്സ് ലോക്ക് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഏത് കീ യൂസ് ചെയ്യും? ഷിഫ്റ്റ് കീ യൂസ് ചെയ്യും. അപ്പം നമ്മൾ എന്താണ്? അതിനെ എന്ത് ചെയ്യുകയാണ്? മോഡിഫൈ ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഒരു കീയുടെ എഫക്റ്റിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്
മോഡിഫയർ കീസ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഷിഫ്റ്റ് ഉണ്ട്, കൺട്രോൾ ഉണ്ട്, ആൾട്ട് ഉണ്ട്. ഇനി അടുത്ത് വരുന്നത് സ്പെഷ്യൽ പർപ്പസ് കീസ് ആണ്. അതായത് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീസ് ഏതൊക്കെയാണ്? ഹെൽപ്പ്, ഡിലീറ്റ്, ബാക്ക് സ്പേസ് ഒക്കെ ഏതാണ്? സ്പെഷ്യൽ പർപ്പസ് കീസ് ആണ്. നമ്മുടെ ഒരു ടെക്സ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ക്യാരക്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഏത് കീ ആണ്? ബാക്ക് സ്പേസ് ആണ് യൂസ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലുള്ള ക്യാരക്ടറിനെ റിമൂവ് ചെയ്യാനാണെങ്കിൽ ഡിലീറ്റ് കീ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ടോഗിൾ കീസ് ആണ്. ടോഗിൾ കീസിൽ വരുന്ന ഏതാണ്? ക്യാപ്സ് ലോക്ക് ആൻഡ് നം ലോക്ക്. നമ്മൾ സ്മോൾ ലെറ്റർ ആണ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാപ്സ് ലോക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയാൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ കിട്ടും. അതുപോലെ തന്നെയാണ് നം ലോക്കും. അപ്പോൾ ഇത്രയുമാണ് കീബോർഡിൽ വരുന്ന പ്രധാനപ്പെട്ട കീസ്. കീബോർഡ് എന്ന് പറയുന്നത് ആൽഫ ന്യൂമറിക് വാല്യൂസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ്. ക്രിസ്റ്റഫർ ഷോൾസ് ആണ് കീബോർഡ് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ കീബോർഡിൻ്റെ ലേഔട്ട് എന്ന് പറയുന്നത് കൊട്ടി ലേഔട്ടാണ്. ഇനി ലാർജസ്റ്റ് കീ ഉണ്ട് കീബോർഡ്. ഏതാണ് ഏറ്റവും ലാർജസ്റ്റ് കീ? കീബോർഡിനകത്തുള്ള ഒരു നീളമുള്ള കീ ഉണ്ടല്ലോ, ഏതാണ്? സ്പേസ് ബാർ ആണ് കീബോർഡിനകത്തുള്ള ലാർജസ്റ്റ് കീ എന്ന് പറയുന്നത്. ഇതും എക്സാമിന് പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി രണ്ടാമത്തെ ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? മൗസ് ആണ്. മൗസ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? നമ്മൾക്ക് ഒരു പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇത് കണ്ടോ. ഇപ്പോൾ ഇവിടെ എനിക്കൊന്ന് പോയിന്റ് ചെയ്യണം. അപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് പോയിന്റ് ചെയ്യാനോ എന്തെങ്കിലും ഡ്രോ ചെയ്യാനോ ഒക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് മൗസ്. ഇനി ഈ സ്പീഡ് ഓഫ് എ മൗസ്, നമ്മുടെ മൗസിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മിക്കി ആണ്. സ്പീഡ് ഓഫ് എ മൗസ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ മിക്കി. ഇനി മൗസ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഏത് കമ്പനിയാണ്? സിറോക്സ് പാർക്ക് എന്ന് പറയുന്ന കമ്പനിയാണ് മൗസ് ഡെവലപ്പ് ചെയ്തത്. ഇനി ആദ്യമായിട്ടൊരു മൗസ് മാർക്കറ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ആപ്പിളാണ്. ഇനി മൗസ് ഇൻവെൻറ്റ് ചെയ്തത് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡഗ്ലസ് എംഗൽബർട്ട് ആണ് മൗസ് കണ്ടുപിടിച്ചത്. മൗസ് ഇൻവെൻറ്റഡ് ബൈ ഡഗ്ലസ് എംഗൽബർട്ട്. ഇനി നോക്കിയേ, നമ്മുടെ മൗസ് ഇങ്ങനെ ഇവിടെ വെച്ച് കഴിയുമ്പോൾ കണ്ടോ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലിങ്കിങ് സിമ്പൽ ഇതിനെ പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ കഴ്സർ. അപ്പോൾ കഴ്സർ ഇരിക്കുന്ന പ്ലേസിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ബ്ലിങ്കിങ് സിമ്പലിനെ എന്ത് പറയും? കഴ്സർ എന്ന് പറയും. മൗസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോയിന്റിങ് അല്ലെങ്കിൽ ഡ്രോ ഡിവൈസ് ആണ്. മൗസിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? മിക്കിയിലാണ് മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മൗസ് കണ്ടുപിടിച്ചത് ആരാണ്? ഡഗ്ലസ് എംഗൽബർട്ട് ആണ് കണ്ടുപിടിച്ചത്. ഇനി ടൈപ്സ് ഓഫ് മൗസ് പല രീതിയിലുള്ള മൗസ് ഉണ്ട്, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? മെയിനായിട്ടുള്ള 3 ടൈപ്പ് മൗസ് ആണ്. മെക്കാനിക്കൽ മൗസ് ഉണ്ട്, ഒപ്റ്റിക്കൽ മൗസ് ഉണ്ട്, അതുപോലെ തന്നെ വയർലെസ് മൗസ് ഉണ്ട്. മെക്കാനിക്കൽ മൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗസിൻ്റെ ബോട്ടം സർഫസിൽ ഒരു ബോൾ ഉണ്ടായിരിക്കും. ആദ്യകാലത്തൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നത് ഏതാണ്? മെക്കാനിക്കൽ മൗസാണ്. മൗസിൻ്റെ ബോട്ടം സർഫസിൽ ഒരു ബോൾ ഉണ്ടായിരിക്കും. പക്ഷേ ഒപ്റ്റിക്കൽ മൗസ്, ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ്. അപ്പോൾ ഒപ്റ്റിക്കൽ മൗസ് ആകുമ്പോൾ എന്താണുള്ളത്? ഒരു ലൈറ്റ് ബീമായിരിക്കും എന്തുണ്ടാകുന്നത്? നമ്മുടെ മൗസിൻ്റെ അടിയിലുണ്ടാകുന്നത്. ഇതിലേതാ യൂസ് ചെയ്യുന്നത്? LED ആണ് ഒപ്റ്റിക്കൽ മൗസിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പം നോക്കിയേ, നമ്മുടെ ഈ മൗസിൻ്റെ ഇവിടെ കണ്ടോ, നിങ്ങൾക്കൊരു ലൈറ്റ് കാണാൻ പറ്റും. ഇത് ഏത് മൗസാണ്? ഇതെന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ മൗസാണ്. പക്ഷേ ഈ ലൈറ്റിന് പകരം ഇവിടെ നേരത്തെ ആദ്യകാലത്ത് എന്താണ് യൂസ് ചെയ്തിരുന്നത്? ഒരു ബോളാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ബോൾ നമ്മുടെ ഈ മൗസിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ബോൾ പോലെ ഈ സ്ക്രോൾ ചെയ്യുന്നത് പോലെ, സ്ക്രോൾ ബട്ടൺ പോലെ നമുക്ക് എന്തുണ്ടാകും? ഒരു ബോൾ ഉണ്ടാകും. ആ ബോൾ നമ്മൾ ഈ മൗസിനെ ഒരു സർഫസിൽ വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ ആ ബോൾ മൂവ് ചെയ്യുന്ന അനുസരിച്ചായിരുന്നു മൗസിൻ്റെ കഴ്സർ മൂവ് ചെയ്യുന്നത്. അപ്പം അതിനെയാണ് എന്ത് പറയുന്നത്? മെക്കാനിക്കൽ മൗസ്. അതായത് ബോട്ടം സർഫസിൽ ബോളാണുള്ളതെങ്കിൽ അത് മെക്കാനിക്കൽ മൗസും, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന LED ഒക്കെ ഉള്ള ആ ഒരു മൗസിനെ പറയുന്ന പേര് ഒപ്റ്റിക്കൽ മൗസ് എന്നാണ്. പിന്നെ മൂന്നാമതുള്ളത് ഏതാണ്? വയർലെസ് മൗസ് ആണ്. വയർലെസ് മൗസിൽ എന്താ യൂസ് ചെയ്യുന്നത്? ഇൻഫ്രാറെഡ് റേസ് ആണ് നമ്മുടെ വയർലെസ് മൗസുകളിൽ യൂസ് ചെയ്യുന്നത്.
ഇനി മൗസിൻ്റെ ആക്ഷൻ, എന്തൊക്കെ ആക്ഷനാണ് ഒരു മൗസ് വെച്ചിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നത്? സിംഗിൾ ക്ലിക്ക്, ഒരു വട്ടം നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? സെലക്ട് ആൻ ഐറ്റം, ഏതെങ്കിലും ഒരു ഐറ്റത്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സിംഗിൾ ക്ലിക്ക് ചെയ്യാം. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഡ്രാഗ് ചെയ്യാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡബിൾ ക്ലിക്കാണ്. ഡബിൾ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പൺ എ വിൻഡോ ഓർ ഫയൽ, അല്ലെങ്കിൽ സെലക്ട് എ വേർഡ്, ഏതെങ്കിലും ഒരു വിൻഡോയോ ഫയലോ ഒക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡബിൾ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു വേർഡിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ മൗസിൻ്റെ ആക്ഷൻ ഒന്ന് സിംഗിൾ ക്ലിക്ക്, രണ്ടാമത്തേത് ഡബിൾ ക്ലിക്ക്. ഇനിയുള്ളത് എന്താണ്? ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഡ്രാഗ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഡ്രോപ്പ് ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു, ഇതിനെ എന്ത് ചെയ്തു? ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ കണ്ടോ, അതിവിടെ വന്നു. ഇതാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. നമുക്ക് എന്ത് ചെയ്യാം? മൂവ് ആൻ ഐറ്റം ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇതിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാൻ പറ്റും. അതും മൗസിൻ്റെ ഒരു ആക്ഷനാണ്. ഞാൻ ഇപ്പോൾ മൗസ് വെച്ചിട്ടാണ് ചെയ്തത്. ഇനി അടുത്ത എന്താണ്? റൈറ്റ് ക്ലിക്ക്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു മെനു ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കണ്ടോ, ഇവിടെ ഒരു മെനു വന്നു. അപ്പം ഇങ്ങനെ ഒരു മെനു ആക്ഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ക്ലിക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് സ്ക്രോളാണ്. കണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം? മുകളിലേക്കും താഴേക്കും ഇങ്ങനെ മൂവ് ചെയ്യാം. മൂവ് അപ്പ് ആൻഡ് ഡൗൺ, മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യാം. അപ്പം മൗസ് എന്ന് പറയുന്നത് ഒരു പോയിൻറ്റിങ് അല്ലെങ്കിൽ ഡ്രോ ഡിവൈസ് ആണ്. സ്പീഡ് എന്ന് പറയുന്നത് മിക്കിയാണ്. മൗസ് ഡെവലപ്പ് ചെയ്തത് സിറോക്സ് പാർക്കാണ്. ഇൻവെൻറ്റ് ചെയ്തത് ആരാണ്? ഡഗ്ലസ് എംഗൽബർട്ട് ആണ്. അതുപോലെ തന്നെ മൗസിൻ്റെ ബ്ലിങ്കിങ് സിമ്പലിനെ പറയുന്ന പേര് കൈസർ എന്നാണ് പറയുന്നത്. അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 3 ടൈപ്പ് മൗസാണ് മെയിനായിട്ടുമുള്ളത്. ഏതൊക്കെയാണ്? മെക്കാനിക്കൽ മൗസ്, ഒപ്റ്റിക്കൽ മൗസ് ആൻഡ് വയർലെസ് മൗസ്. വയർലെസ് മൗസിൽ ഇൻഫ്രാറെഡ് റേസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ മൗസിൽ LED ആണ്. അതുപോലെ തന്നെ മെക്കാനിക്കൽ മൗസിൻ്റെ സർഫസിൽ എന്താണുള്ളത്? ബോളാണ് ഉള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ഇൻപുട്ട് ഡിവൈസ് നോക്കാം. ഏതാണ്? ടച്ച് പാഡ്. ടച്ച് പാഡ് എന്ന് പറയുന്നതും എന്താണ്? ഒരു പോയിൻറ്റിങ് ഡിവൈസ് ആണ്. എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മൗസ് പോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു പോയിൻറ്റിങ് ഡിവൈസ് ആണ് ഏതെന്ന് പറയുന്നത്? ടച്ച് പാഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കിയേ, ട്രാക്ക് ബാൾ. എന്താണ് ട്രാക്ക് ബാൾ? ഇതും എന്താണ്? ഒരു പോയിൻറ്റിങ് ഡിവൈസ് ആണ്. മൗസ് പോലെ വർക്ക് ചെയ്യുന്ന മുകൾ സർഫസിൽ ഒരു ബോൾ പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. കണ്ടോ, ഇതുപോലെ ഒരു ബോൾ ഉള്ള ഒരു പോയിൻറ്റിങ് ഡിവൈസ് ആണ് ഇത് ട്രാക്ക് ബാൾ എന്ന് പറയുന്നത്. ഇതിലും എത്ര കാണും? 2 or 3 ബട്ടൺസ് ആയിരിക്കും ഇതിനകത്തും ഉണ്ടായിരിക്കുക. അപ്പോൾ ട്രാക്ക് ബോളും എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അടുത്തത് ജോയ്സ്റ്റിക്ക് ആണ്. ജോയ്സ്റ്റിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഗെയിം പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ഇത് ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു പോയിൻറ്റിങ് ഡിവൈസ് ആണ്. ഇതിനകത്ത് എന്ത് കാണും? ഒരു വെർട്ടിക്കൽ സ്റ്റിക്ക് കാണും. അപ്പോൾ ആ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ഈ ബട്ടൺ ഓൺ ദ സ്റ്റിക്ക്, ഈ സ്റ്റിക്കിലുള്ള ബട്ടൺസിനെ നമ്മൾ ട്രിഗേഴ്സ് എന്നാണ് പറയുന്നത്. മെയിനായിട്ടും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗെയിം പ്ലേയിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? ജോയ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ഏതാണ്? ലൈറ്റ് പെൻ. ലൈറ്റ് പെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു പോയിൻറ്റിങ് ഡിവൈസ് ആണ്. എന്താ? പെൻ ഷേപ്ഡ്, പെൻ പോലെ നമുക്ക് യൂസ് ചെയ്യാനും നമ്മുടെ ടച്ച് സ്ക്രീനിലൊക്കെ ടച്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡ്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പോയിൻറ്റിങ് ഡിവൈസ് ആണ് ഏത്? ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ പെൻ യൂസ് ചെയ്തിട്ട്, ലൈറ്റ് പെൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡയറക്റ്റ്ലി നമ്മുടെ സ്ക്രീനിൽ ഡ്രോ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ലൈറ്റ് പെൻ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അടുത്തത് ഏതാണ്? സ്കാനർ. സ്കാനർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ കയ്യിലുള്ള പേപ്പർ ഡോക്യുമെൻറ്റിനെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് സ്കാനർ. അപ്പോൾ കൺവേർട്ട് പേപ്പർ ഡോക്യുമെൻറ്റ് ഇൻറ്റു ഇലക്ട്രോണിക് ഫോർമാറ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ്? സ്കാനറാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെൻറ്റിന് നമ്മൾ ഹാർഡ് കോപ്പി എന്ന് പറയും. ഇപ്പം നമ്മുടെ സിസ്റ്റത്തിലുള്ള, കമ്പ്യൂട്ടറിലുള്ള ഒരു ഡോക്യുമെൻറ്റിനെ നമ്മൾ സോഫ്റ്റ് കോപ്പി
എന്ന് പറയും. അപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു പേപ്പറിനെ നമ്മൾ ഇപ്പം നമുക്ക് മെയിൽ അയക്കണം അല്ലെങ്കിൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് ആക്കും ഇല്ലേ. അപ്പോൾ അങ്ങനെ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്മുടെ കയ്യിലുള്ള ഹാർഡ് കോപ്പിയെ കമ്പ്യൂട്ടറിനകത്തുള്ള സോഫ്റ്റ് കോപ്പിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് സ്കാനർ. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്, പേപ്പർ ഡോക്യുമെൻറ്റിനെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് ആക്കാൻ അല്ലെങ്കിൽ ഹാർഡ് കോപ്പിയെ സോഫ്റ്റ് കോപ്പി ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് ഇത് സ്കാനർ. മെയിനായിട്ട് 3 ടൈപ്പ് സ്കാനറാണുള്ളത്. ഫ്ലാറ്റ് ബെഡ് സ്കാനർ, ഹാൻഡ് ഹെൽഡ് സ്കാനർ ആൻഡ് ഡ്രം സ്കാനറാണ് 3 ടൈപ്സ് ഓഫ് സ്കാനേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇൻപുട്ട് ഡിവൈസ് നോക്കാം. നമുക്ക് എല്ലാവർക്കും PSC എക്സാം എഴുതുന്ന എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്കാണ് OMR എന്ന് പറയുന്നത്. OMR എന്ന് പറഞ്ഞാൽ എന്താ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. അപ്പോൾ ഈ OMR എന്ന് പറയുന്നത് ഒരു ഡിവൈസ് ആണ്. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പം നമ്മുടെ കയ്യിലുള്ളത് എന്താണ്, നമ്മൾ എക്സാം എഴുതുന്ന എന്താണ്, OMR ഷീറ്റ് ആണ്. അപ്പോൾ ഈ OMR ഷീറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ റീഡബിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ് OMR ഷീറ്റ്. നമ്മളതിൽ ബബിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാർക്ക് ചെയ്യുമ്പോൾ ഈ OMR എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ മാർക്ക് ചെയ്തതിനകത്തുള്ള വാല്യൂസിനെ റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. OMR എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഇതെന്താ ചെയ്യുന്നത്, റീഡ് മാർക്സ് ഓൺ എ കമ്പ്യൂട്ടർ റീഡബിൾ പേപ്പർ. നമ്മുടെ കമ്പ്യൂട്ടർ റീഡബിൾ ആയിട്ടുള്ള OMR ഷീറ്റിലുള്ള മാർക്സിനെ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് OMR. കണ്ടോ, ഈ ഒരു ഡിവൈസ് ആണ്. ഇതിലൂടെ നമ്മുടെ OMR ഷീറ്റ് കടത്തിവിട്ടിട്ട് അതിനകത്തുള്ള മാർക്സിനെയാണ് ഇത് റീഡ് ചെയ്യുന്നത്. ഇനി അടുത്ത എന്താണ്, ബാർകോഡ് റീഡർ. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുള്ള എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സാധനമായിരിക്കും ഈ ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. എന്താ, നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് കണ്ടോ, നമ്മുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിലൊക്കെ ഇതുപോലെ കുറേ ഗ്രൂപ്പ് ഓഫ് ലൈൻസ്, ചെറുതും വലുതുമായ ഒരു ഗ്രൂപ്പ് ഓഫ് ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ ലൈൻസിനെയാണ് എന്ത് പറയുന്നത്, ബാർകോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാർകോഡ് റീഡർ എന്താ ചെയ്യുന്നത്, ഈ ഗ്രൂപ്പ് ഓഫ് സ്മോൾ ലൈൻസ് ആയ ബാർകോഡിനെ റീഡ് ചെയ്യും. റീഡ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ ന്യൂമറിക് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, പ്രോഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാർകോഡ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്രൂപ്പ് ഓഫ് സ്മോൾ ലൈൻസിനെ പറയുന്ന പേരെന്താണ്, ബാർകോഡ്. ബാർകോഡ് റീഡർ എന്താ ചെയ്യുന്നത്, ബാർകോഡ് റീഡർ സ്കാൻ ദി ബാർകോഡ്. ഈ ബാർകോഡിനെ സ്കാൻ ചെയ്യും ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു ആൽഫ ന്യൂമറിക് വാല്യൂ. എന്നിട്ട് ഈ ബാർകോഡിനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ ന്യൂമറിക് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, ഓരോ പ്രോഡക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് MICR ആണ്. MICRൻ്റെയൊക്കെ ഫുൾ ഫോം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. MICR എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, ബാങ്കുകളിൽ ചെക്കിലുള്ള നമ്പേഴ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, MICR യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ബൈ ദ ബാങ്കിങ് ഇൻഡസ്ട്രി ടു ഫെസിലിറ്റേറ്റ് ദ പ്രോസസ്സിങ് ഓഫ് ചെക്കിന് വഴി നമുക്ക് പ്രോസസ്സിങ് നടത്താൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ചെക്കിനകത്ത് ഓരോ നമ്പേഴ്സ് കാണും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഒരു ചെക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഒരു നമ്പർ കാണും. ആ നമ്പർ ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സിലായിരിക്കും റൈറ്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ചിലരൊക്കെ ചെക്കിൽ സൈൻ ചെയ്യുമ്പോഴോ സീൽ ചെയ്യുമ്പോഴോ ഒക്കെ ഈ നമ്പർ എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റാതായിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള ആ നമ്പേഴ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, MICR യൂസ് ചെയ്യുന്നത്. അത് ഈ നമ്പർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഇങ്ക്, അയൺ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇങ്ക് കൊണ്ട് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ MICR യൂസ് ചെയ്യുന്നത്. അപ്പോൾ MICR എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്, ചെക്ക് ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ചെക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MICR യൂസ് ചെയ്യുന്നത്. ഇതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബയോമെട്രിക്സ്
സെൻസർ, ബയോമെട്രിക് സെൻസർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഫിംഗേഴ്സ് അല്ലെങ്കിൽ ഓരോ ആൾക്കാരെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ്, അതായത് ഓരോരുത്തരുടെ ബയോളജിക്കൽ ട്രേറ്റ്സ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ്, റെറ്റിന, നമ്മുടെ കണ്ണിലെ റെറ്റിനയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആളെ ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ, അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് ഏത് യൂസ് ചെയ്യുന്നത്? ബയോളജിക്കൽ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്ന ഒരെണ്ണം എന്ന് പറഞ്ഞാൽ സ്പീച്ച് റെക്കഗ്നിഷൻ ആണ്. സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കും, നമ്മളിപ്പം നമ്മുടെ മൊബൈലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് വോയിസ് ഒക്കെ കൊടുക്കുക. അപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന വോയിസിനെ ടെക്സ്റ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പീച്ച് റെക്കഗ്നിഷൻ യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ലേറ്റ് സ്പോക്കൺ വേർഡ് ഇൻ ടു ടെക്സ്റ്റ്. ഇതിന് എന്താ ചെയ്യുന്നത്? ഈ വേർഡ് നമ്മൾ പറയുന്ന വേർഡ്സിനെയൊക്കെ ആദ്യമേ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഒരു ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ഇതിനെ എന്ത് ചെയ്യും? ടെക്സ്റ്റായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന് പറയുന്നതും എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻപുട്ട് ഡിവൈസസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു മെയിനായിട്ടുമുള്ള ഇൻപുട്ട് ഡിവൈസസ്? നമുക്ക് പേരൊന്നുകൂടെ പറയാം. കീബോർഡ്, മൗസ്, അതുപോലെ തന്നെ ടച്ച് പാഡ്, ട്രാക്ക് ബാൾ, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെൻ, സ്കാനർ, OMR, അതുപോലെ ബാർകോഡ് റീഡർ, MICR, ബയോമെട്രിക് സെൻസർ ആൻഡ് സ്പീച്ച് റെക്കഗ്നിഷൻ. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ നോട്ട്സ് ആവശ്യമുള്ളവർക്ക് മാസ്റ്ററിങ് എഡ്യൂടെക്കിൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകളുടെ PDF നോട്ട്സ് ഓരോ ക്ലാസ് കഴിയും തോറും നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്